ഹലോ നമസ്കാരം. സജീന വ്ലോഗ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഇങ്ങനെ കണ്ടുകൊണ്ട് നിങ്ങൾ വിചാരിക്കും ഇവക്കിത് എന്ത് പറ്റിയെന്ന്. എനിക്കൊന്നും പറ്റിയിട്ടില്ല. കാരണം ചിലർ പറയും അപ്പന് ഐശ്വര്യം വർദ്ധിച്ചാൽ അർദ്ധരാത്രി കുട പിടിക്കുമെന്ന്. അതുപോലാണ് എൻ്റെ ഈ അവസ്ഥയെന്ന് പറയും. പക്ഷെ അതല്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഓരോരോ കാര്യങ്ങൾ കണ്ടിട്ട് ഏറ്റവും കൂടുതൽ ആഹ്ലാദിക്കുന്നത്, ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം എനിക്കത് ആധികാരികമായിട്ട് പറയാൻ കഴിയും. കാരണം എന്ന് പറഞ്ഞാൽ ബിഷപ്പ് നോബിൾ ഫിലിപ്പ് അമ്പലവേലിൽ അദ്ദേഹത്തിന് കുറേ നാളിന് മുമ്പ്, അതായത് ഒരു വർഷത്തിലേറെയായി, ഒരു വർഷമാവാൻ പോകുന്നു, ഇതേപോലെ ഒരു ഇന്റർവ്യൂ അദ്ദേഹം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒന്നല്ല, ഒരു മൂന്നോ നാലോ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വീഡിയോകൾ കണ്ടപ്പോൾ ഞാനും ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതാണ്. മാത്രമല്ല രേണു സുധിക്ക് സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇടുന്നൊരു വ്യക്തിയാണ്. അപ്പൊ രേണു സുധിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഇങ്ങനെ കുറച്ച് വീഡിയോസ് ഇങ്ങോട്ട് വന്നപ്പോൾ അത് ആരാണെന്ന് പോലും നമ്മൾ അത്ര വലിയ പ്രാധാന്യം കൊടുക്കാതെ ആ പറഞ്ഞതിന് വേണ്ടിയിട്ട് ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ റിയാക്ഷൻ വീഡിയോ ചെയ്ത അന്ന് തൊട്ട് ഇന്ന് മെനഞ്ഞാന്ന് വരെ ഞാൻ ഇടുന്ന എല്ലാ പോസ്റ്റിന്റെ താഴെയും എല്ലാ വീഡിയോയുടെ താഴെയും ഒരു കമന്റെങ്കിലും വരാതിരിക്കത്തില്ലായിരുന്നു. നീയും അവളും കൂടെ ചേർന്നല്ലേടി ബിഷപ്പിനെ അത് പറഞ്ഞത്, ആ ഒരു തിരുമേനിയെ നീയൊക്കെ അങ്ങനെ പറഞ്ഞില്ലേടി, നീയൊക്കെ മരിക്കുന്നവരെ നീ അനുഭവിക്കോടി, അദ്ദേഹത്തിന്റെ ശാപമായിട്ട് ഇതിനൊക്കെ കേട്ടിരിക്കുന്നത്, നീയൊക്കെ അനുഭവിക്കോടി. മെനഞ്ഞാന്ന് വരെ ഞാൻ ഇട്ട വീഡിയോയ്ക്കകത്ത് ഇതേപോലുള്ള കമന്റുകൾ ഞാൻ കണ്ടു. ആ സമയത്താണെങ്കിൽ അത് ഇച്ചിരി ഓവറായിട്ടാണ് ഞാനത് പ്രതികരിച്ചത്. കാരണം അതിൻ്റെ ഒന്നും ഒരു സത്യസന്ധമായിട്ട് പറയാം. കാരണം ആ ഒരു നമ്മുടെ മനസ്സിൽ ബിഷപ്പായാലും ഒരു പള്ളിയിലച്ഛനായാലും നമ്മുടെ മനസ്സിൽ ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഇങ്ങനെ ആയിരിക്കും അദ്ദേഹം, ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത്. അതിന് വിപരീതമായ രീതിയിലുള്ള കുറച്ച് ഡയലോഗുകളും കുറച്ച് ആക്ഷനും ഒക്കെ കണ്ടപ്പോൾ അതിനെതിരെ പ്രതികരിച്ചെന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പം പിന്നെ കുറേ കാലം കൊണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് വീണ്ടും ഞാൻ ആ വീഡിയോ കാണാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്കതിനകത്ത് ഭയങ്കര ഒരു കുറ്റബോധം തോന്നി. കാരണം അച്ചിരി ഓവർ ആയില്ലേ എന്ന് എനിക്കൊരു ഡൗട്ട് അടിച്ചു. അപ്പം ഈ പറഞ്ഞ കണക്ക് കുറ്റം ചെയ്തെന്ന് മനസ്സിലൊരിത് വന്നപ്പോഴത്തേക്ക് ചെയ്യുന്നതെല്ലാം യാന്ത്രികമായി എന്ന് പറഞ്ഞ കണക്ക് എന്നെ ആരും നിർബന്ധിച്ചില്ല, ഒരു മനുഷ്യരും ഒന്നും പറഞ്ഞിട്ടുമില്ല. എനിക്ക് സ്വയമേ തോന്നി അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് സോറി പറയാൻ. ഞാൻ നേരിട്ട് ചെന്ന് സോറി പറഞ്ഞു. ആ നിമിഷം മുതൽ തന്നെ അദ്ദേഹം അതിന് ക്ഷമിച്ചു, മാപ്പാക്കി എന്ന് പറഞ്ഞ് നമ്മൾ തിരിച്ചയക്കുകയും ചെയ്തു. അപ്പോൾ ഒരാൾ ഒരു തെറ്റ് ചെയ്താൽ അത് തെറ്റാണെന്ന് ബോധ്യമായി അത് തിരുത്താൻ ചെല്ലുന്നത് മഹത്വമുള്ള കാര്യം തന്നെയാണെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഓക്കെ, പക്ഷേ ഞാൻ അദ്ദേഹത്തെ, അതായത് ആ ഒരു ബിഷപ്പിനെ ഞാൻ പേഴ്സണലി ഞാൻ അവഗണിച്ചിട്ടില്ല. വീഡിയോ വന്നതിനെ ഓരോ ഘട്ടമായിട്ട് ഓരോ ഭാഗങ്ങളും എടുത്തെടുത്ത് ഞാൻ അതിന് പ്രതികരിച്ചിട്ടുണ്ട്. ഇപ്പം അതിനെക്കാട്ടിലും വിറ്റ് എന്ന് പറഞ്ഞു, അതിനെക്കാട്ടിലും വിറ്റാണ് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പൊന്നെ, ഇന്നലെ ബിഷപ്പിൻ്റെ ഒരു വീഡിയോ പുറത്തു വന്ന് എല്ലാവരും കണ്ടല്ലോ. ഞാൻ എൻ്റെ ചാനലിൽ അധികം എടുത്തിട്ട് ചെയ്തില്ല, ആ പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളായിരുന്നു. പക്ഷെ ഇതെനിക്ക് പേഴ്സണലി എനിക്ക് പറയണമെന്ന് തോന്നിയ കാര്യങ്ങളാണ് ഞാനീ പറയുന്നത്. ഇപ്പോൾ വന്ന് ഈ ഒരു കാര്യത്തിനെ കൊണ്ട് എന്നുമാത്രം ക്രൂശിച്ചുകൊണ്ടിരിക്കുമായിരുന്നു എന്നെ രേണു സുധി. നമ്മളിടുന്ന വീടിന്റെ താഴെ കണ്ടിട്ട് നീയും അവളും കൂടെ ചേർന്ന് തന്നെയടി ആ ഒരു പുരോഹിതനെ അങ്ങനെ വിളിച്ചത്, ആ പുരോഹിതനെ ഇങ്ങനെ വിളിച്ചത്, ആ തിരുവസ്ത്രത്തെ നീ കളിയാക്കിയത് എന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇട്ട് നമ്മളങ്ങ് മനസ്സാലെ അങ്ങ് ഇതാക്കിക്കൊണ്ടിരിക്കും. ഇട്ട വീഡിയോയ്ക്കകത്ത് വരെ ഈ ബിഷപ്പിന്റെ പേര് പറഞ്ഞ് നമ്മളെ കുത്തിയിട്ടുണ്ട്. അപ്പൊ ഇന്നലത്തെ വീഡിയോ, ബിഷപ്പ് ഇട്ട ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഈ പറഞ്ഞ മഹാ വ്യക്തികൾക്കെല്ലാം എന്തോ ഭൂതേതയോ ഉണ്ടായ കണക്ക് ആ തിരുവസ്ത്രത്തെയും ആ ഒരു സ്ഥാനത്തെയും മാനിക്കണം, നിനക്ക് ശാപം കിട്ടും, മറ്റേത് കിട്ടും, മറച്ച കിട്ടും എന്ന് പറഞ്ഞ വ്യക്തികൾ ഇപ്പോ ബിഷപ്പിനെതിരെ നല്ല അടിപൊളി കരികല്ലെടുത്ത് കൈ വെച്ചിരിക്കുകയാണ് എറിയാനായിട്ട്. എന്തിന് ഒരു വ്യക്തിയോട് ശത്രുത ഉണ്ട് എന്ന് വെച്ചാൽ മരിക്കുന്നത് വരെ ആ ശത്രുത നിലനിർത്തിക്കൊണ്ട് പോകണം എന്നാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത്? ഒരിക്കലുമല്ല. പ്രത്യേകിച്ചും രേണുസുധിയുടെ ഇങ്ങനെ ഒരു സാഹചര്യം, ഇങ്ങനെ ഒരു അസുഖം വന്നിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ബിഷപ്പ് പൊറുക്കുകയും ക്ഷമിക്കുകയും ഒക്കെ ചെയ്തു. കാരണം നമ്മൾ കാണുന്നതിനെക്കാട്ടി കൂടുതൽ ബിഷപ്പാണ് രേണുസുധിയെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ കണ്ണ് തുറന്ന് നോക്കുന്നത് ആ വീട്ടിലോട്ടാണ്. അപ്പം നമ്മളൊക്കെ ഇന്ന് ദൂരെ കിടന്ന് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാലോ എന്തെങ്കിലും ഒരു കാര്യം വന്നാലോ നമ്മൾ ഇവിടെ നിന്ന് യാത്ര ചെയ്ത് അവിടെ ചെന്നാൽ മാത്രമേ നമുക്ക് അവിടുത്തെ സിറ്റുവേഷനൊക്കെ കാണാൻ പറ്റൂ. അപ്പോൾ ഡെയിലി ചെന്ന് പ്രാർത്ഥിക്കുന്നത് രേണുസുധിയുടെ രോഗാവസ്ഥയിൽ എന്താണ് സംഗതി എന്ന് വളരെ വ്യക്തമായിട്ട് ബിഷപ്പിന് അറിയാം. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു മാനസികമായിട്ട് ഇത്രമാത്രം വേദനിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ വീണ്ടും സോഷ്യൽ മീഡിയയിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങ് ഹറാസ്മെന്റിന് അങ്ങ് ഇട്ട് കൊടുക്കുമ്പോൾ അദ്ദേഹം പ്രതികരിച്ചു. അതിനിപ്പോൾ എന്താണ് തെറ്റ്? കിച്ചുവിന്
കിച്ചുവിനെതിരെ എന്താ പറഞ്ഞത്? നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ആദ്യം ബിഷപ്പ് ഇട്ട വീഡിയോയിൽ ഞാൻ എടുത്ത് പ്രതികരിക്കാനുണ്ടായ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടുന്ന വോയിസ് ഉണ്ടല്ലോ. ഇപ്പം ഞാനിപ്പം നിങ്ങളടുത്ത് സംസാരിക്കുന്നത് വളരെ കൂൾ ആൻഡ് കാം ആയിട്ട് സംസാരിക്കുന്നു. എൻ്റെ അടുത്ത് ആവശ്യമില്ലാതെ സംസാരിക്കാൻ വന്ന ഇനിയൊക്കെ വിവരം അറിയും. ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് അത് അത്രയ്ക്ക് ഫീൽ ചെയ്യത്തില്ല. മനസ്സിലായ? പറഞ്ഞത് പക്ഷേ ഭീഷണിയുമാണ്, ദേഷ്യത്തോടെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് പക്ഷെ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കെ, എൻ്റെ അടുത്ത് കളിക്കാൻ വന്ന വിവരം അറിയും കേട്ടാ. ഇങ്ങനെ പറഞ്ഞാൽ ആൾക്കാരും ദേഷ്യം വരത്തില്ലേ? അപ്പോൾ ആ സ്പീഡ് കൂട്ടി. അന്ന് ഞങ്ങൾ ബിഷപ്പിന്റെ വീട്ടിൽ ചെന്ന സമയത്ത് തന്നെ ബിഷപ്പ് ഇത് പറഞ്ഞു, ഇത് കുറച്ച് സോഷ്യൽ മീഡിയക്കാർ വന്ന് പറ്റിച്ച പണിയാണിത്. കാരണം അവരോരോ ചോദ്യങ്ങൾ ചോദിച്ചു എന്നെ അങ്ങ് ഇട്ടങ്ങ് ഭയങ്കരമായിട്ടങ്ങ് ഇത് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം എൻ്റെ വായിന്ന് അറിയാതെ ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ വീഴും. അവരത് ഒന്നും കൂടി പൊലിപ്പിച്ച് അവർക്ക് റീച്ചിന് വേണ്ടിയിട്ട് അതങ്ങ് സ്പീഡാക്കി വിടും. അപ്പം തേഞ്ഞൊട്ടി സുധിച്ചേട്ടാ ഞാൻ വന്നു എന്നൊക്കെ പറയുന്നതുകൊണ്ടുള്ള ആക്ഷനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അങ്ങ് സ്പീഡാക്കി ഇടുന്ന സമയത്താണ് നമുക്കത് കാണുമ്പോൾ ഭയങ്കര അരോചകമായിട്ട് തോന്നുന്നു, അടുത്ത് റിയാക്ട് ചെയ്യാൻ തോന്നുന്നു. ഇവിടെയും ഇപ്പം സംഭവിച്ചിരിക്കുന്ന കാര്യം ഇത് തന്നെയാണ്. ബിഷപ്പ് പറഞ്ഞ ഫുള്ളു ആ വീഡിയോ എല്ലാവരും കണ്ട അത്രമാത്രം സ്റ്റാർട്ടിങ്ങിലുള്ളതാണ് എല്ലാവരും എടുത്ത് റിയാക്ട് ചെയ്തിരിക്കുന്നത്. അത് വളരെ സ്പീഡ് കൂട്ടി അതിനകത്തിന് മ്യൂസിക്കൊക്കെ ആഡ് ചെയ്ത് ഭയങ്കരമായിട്ട് ബിൽഡപ്പ് കൊടുത്താണ് ആ ഫസ്റ്റിലത്തെ ഒരു 3-3.5 മിനിറ്റ് ഒരു 6 മിനിറ്റോളം അത് ആ ഒരു ഫുള്ള് വീഡിയോയുടെ കട്ട് ഭാഗങ്ങളാണ് സ്പീഡാക്കി ആദ്യം ഇട്ടിരിക്കുന്നത്. അത് ഫുള്ളും കണ്ടു കഴിയുമ്പോഴത്തേക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും ബിഷപ്പ് എന്താണ് അതിൽ ഉദ്ദേശിച്ചത്, എന്താണ് പറഞ്ഞതെന്ന്. അപ്പോൾ ഉടനെ പിന്നെ കിച്ചുവിനെ ക്രൂശിക്കുന്നു, കിച്ചുവിനെ കൊല്ലാക്കൊല ചെയ്യുന്നു, കിച്ചുവിനെ അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് എല്ലാവരും ഇപ്പോൾ ഒറ്റക്കെട്ടായിട്ട് കിച്ചുവിനെ അങ്ങ് സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നു. അതിന് സപ്പോർട്ട് ചെയ്യേണ്ടെന്ന് ഒന്നും അല്ല പറയുന്നത്. ഓരോരുത്തർക്കും ഓരോ വ്യക്തിത്വമുണ്ട്. മനസ്സിലായ? ഈ കിച്ചു എന്ന് പറയുന്ന ഈ ഒരു കൊച്ചിനെ ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പൊക്കിക്കൊണ്ട് നടക്കുന്ന എല്ലാവളുമാരും എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് ഒന്ന് തിരിഞ്ഞൊന്ന് നോക്കി നിങ്ങളുടെ വീഡിയോ തന്നെ നിങ്ങൾ തിരിഞ്ഞ് നോക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ. വേറെ ആരുമല്ല അതിനെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്ര മോശമായിട്ട് ആ കിച്ചു എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ ഏറ്റവും കൂടുതൽ മോശമാക്കി പല രീതിയിലും മോശമാക്കിയത് നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ തന്നെ ഇപ്പോൾ ഉൾട്ടയടിച്ച് നേരെ തിരിഞ്ഞ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പം നിങ്ങൾക്ക് 2 കാരണം പറയാമോ? അതെന്തുകൊണ്ട് ബിഷപ്പിനായിക്കൂടാ? രേണുസുതിയായിട്ട് വൈരാഗ്യമായിട്ട് ഇരുന്നാൽ രേണുസുതിയായിട്ട് മരിക്കുന്നവരെയും വൈരാഗ്യമായിട്ട് ഇരിക്കണമെന്ന് നിങ്ങൾക്ക് ഇത്രയ്ക്കങ്ങ് ഒരു ഉറച്ച തീരുമാനം എടുത്ത് വയ്ക്കേണ്ട കാര്യം എന്താണ്? ഒരു കാര്യവുമില്ല. അദ്ദേഹത്തിന് തോന്നുകയാണെങ്കിൽ അദ്ദേഹം ചെയ്യും. മനസ്സിലായ? അപ്പോൾ ഇപ്പോൾ എന്തായാലും നല്ല കണ്ടന്റ് അല്ലേ കിട്ടിയത്. എനിക്ക് സത്യം പറഞ്ഞാൽ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഊപ്പാടളവ് ഓരോ ഡയലോഗുകളും ഓരോ കമൻറ്റും കാണുമ്പോൾ എടി നിനക്ക് നാണമില്ലേടി? ആ ഒരു ആ ഒരു തിരുവസ്ത്രത്തിനെ ആ ഒരു ബിഷപ്പിനെ നിനക്ക് കളിയാക്കാൻ നീയൊക്കെ ചേർന്നല്ലേടി അദ്ദേഹത്തിന് പിന്നെ സോഷ്യൽ മീഡിയ മുമ്പിൽ വന്നിരുന്ന് ബിഷപ്പാമ്പെന്ന് വിളിച്ചത്? ഈ ഒരൊറ്റ വേട് മാത്രമേ രേണുസുതി പറഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ വരുന്ന കമന്റുകൾ ഈ പറഞ്ഞവര് തന്നെ തിരിച്ച് ബിഷപ്പിനെ വിളിക്കുന്ന വിളികൾ, ബിഷപ്പിനെ എന്തോരം മോശമായിട്ടാണ് സംസാരിക്കുന്നത് ബിഷപ്പിനെ പറ്റി. നിങ്ങൾക്ക് എന്തു ആവാമോ? അത് ഇവിടുത്തെ ന്യായമാണ്, നമുക്കറിയാൻ വയ്യല്ലോ. അത് എവിടുത്തെ ന്യായമാണ്? എന്ത് ബിഷപ്പിന് രേണുസുതിയെ സ്നേഹിക്കുകയും രേണുസുതിക്ക് സപ്പോർട്ട് പറയുകയും ചെയ്താൽ എന്താണ് പ്രശ്നം സംഭവിക്കാൻ പോകുന്നത്? ഒന്നും സംഭവിക്കത്തില്ല. പറഞ്ഞല്ലോ, പേഴ്സണലി ഇവർ തമ്മിൽ യാതൊരു ശത്രുത ഒരിക്കലും ഉണ്ടായിട്ടില്ല. കാരണം രേണുസുതി സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് ഞാൻ ഒരു ലൈവിൽ വന്നിരുന്നു അങ്ങനെ ഒരു വേർഡ്സ് പറഞ്ഞതല്ലാതെ ഒരു സോഷ്യൽ മീഡിയയിൽ അവൾ ബിഷപ്പിനെ അവഹേളിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അത് ബിഷപ്പിനും അറിയാം. ബിഷപ്പാണ് ഏറ്റവും കൂടുതൽ രേണുസുതിയെ അവൾ ബിഗ് ബോസിൽ നിൽക്കുന്ന സമയത്താണ് ഇവിടെ ഇന്റർവ്യൂ ഒക്കെ കൊടുക്കുന്നത്. അത്രമാത്രം മോശമായിട്ട് സംസാരിച്ചിട്ടുള്ളത് ബിഷപ്പാണ്. അപ്പൊ 2 കൂട്ടർക്ക് തെറ്റുപറ്റി, 2 കൂട്ടർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞത് മനസ്സിലാക്കി. പ്രത്യേകിച്ചും അദ്ദേഹം ഒരു ബിഷപ്പാണ്. നിങ്ങളൊക്കെ എപ്പോഴും പറയത്തില്ലേ അദ്ദേഹം ഒരു ബിഷപ്പല്ലേ, ദൈവപുത്രനല്ലേ എന്ന് നിങ്ങൾ പറയുന്നില്ലേ? ഞാൻ തിരിച്ചു പറയുകയാണ്. തിരിച്ച് ഞാൻ പറയുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലേ? അയാൾ അങ്ങനെയാണ്, ഇയാൾ ഇങ്ങനെ, അയാൾ 5-6 തന്നിട്ടുണ്ടായതാണെന്നൊക്കെ നിങ്ങൾക്ക് കമന്റ് ഇടാവോ? നമ്മളങ്ങനെ ഒരു വാക്ക് പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് അന്ന് തൊട്ട് ഇന്ന് മെനഞ്ഞാന്ന് വരെ, അതായത് ഇന്നലെ വരെ ഈ ബിഷപ്പിന്റെ ഒരു വീഡിയോ അപ്ലോഡ് ആവുന്നത് വരെ എന്നെ തെറി പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാർ ഇപ്പൊ നേരെ തിരിച്ച് ഇപ്പൊ ബിഷപ്പിനെ ചീത്ത വിളിക്കുന്നത് അതെന്താണ്? നിങ്ങൾ സ്വയം അത് ചിന്തിച്ച് നോക്ക്. നിങ്ങൾ കണ്ണാടി മുമ്പിൽ ചെന്നുകൊണ്ട് ചോദിച്ചു നോക്ക്, നിങ്ങൾ ചെയ്യുന്നത് ശരിയാണോ എന്ന്. ആണോ? ഇന്നലെ വരെയും അദ്ദേഹം അപ്പൊ റീച്ച് നിനക്കൊന്ന് നാണമില്ലെന്ന് ചോദിക്കുന്നു. അപ്പൊ റീച്ച്, അതായത് ആര് സപ്പോർട്ട് ചെയ്തു, ആരിത് പറയുന്നു, അവർക്ക് അവരുടെ കൂടെ അങ്ങ് ചേരുക. വ്യക്തിത്വം എന്ന് പറയുന്നൊന്നും ഇല്ലാത്ത സാധനങ്ങളാണ് ഇങ്ങനെ വന്ന് കമന്റ് ഇടുന്നത്. മനസ്സിലായോ? ഞങ്ങൾ ഒരു തെറ്റ് ചെയ്തു. തെറ്റെന്ന് പറയാൻ ഞാൻ ഇപ്പോഴും ഞാൻ ആ വീഡിയോ ഒന്നും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടില്ല. മനസ്സിലായ? ഒന്നും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടില്ല. അപ്പൊ അന്ന് കണ്ട വീഡിയോ കറക്റ്റ് ആയിട്ട് എടുത്ത് റിയാക്ട് ചെയ്യുകയാണ് ഞാൻ ചെയ്തത്. നിങ്ങളിപ്പോൾ ചെയ്യുന്നത് പോലെ. നിങ്ങൾക്കൊരു ന്യായം, എനിക്കൊരു ന്യായം. നിങ്ങൾ എന്തെല്ലാം ഉപയോഗിക്കുന്നു ഇപ്പം ആ ബിഷപ്പിന്, എന്തെല്ലാം വാക്കുകൾ ഉപയോഗിക്കുന്നു നിങ്ങൾ ആ ബിഷപ്പിന്. നിങ്ങളിടുന്ന വീഡിയോയുടെ താഴെ എന്തെല്ലാം മോശം കമന്റുകൾ വരുന്നു, ബിഷപ്പിനെതിരെ. നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല അദ്ദേഹം ഒരു ബിഷപ്പല്ലേ, ആ ഒരു അവസ്ഥയിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നതിന് എന്താണ് തെറ്റ് എന്ന് നിങ്ങൾ ചിന്തിക്കാത്തത്?
അപ്പോൾ ആശാനും അടുപ്പിലും ആവാം. ഒന്ന് ആ ആ ഒരു പഴഞ്ചൊല്ല് അത് അങ്ങോട്ട് ഒരുപാട് അങ്ങ് പ്രവർത്തിയാക്കാൻ പറ്റത്തില്ല. നമ്മളും ഒക്കെ അരിയാഹാരം കഴിച്ച് കിടക്കുന്നവരെ കണ്ട റിയാക്ട് ചെയ്തിരിക്കും. ഇപ്പൊ ആർക്കും വരണ്ടേ? ഇപ്പൊ ആരും വരുന്നില്ലല്ലോ. അടി നിനക്ക് ശാപം കിട്ടുമോടി, നീ അങ്ങനെ പറഞ്ഞില്ലേടി, നീ ആ ബിഷപ്പിന് ഇങ്ങനെ പറഞ്ഞില്ലേ ചോദിച്ചു. ഇപ്പൊ ഒരുത്തരെ കാണുന്നില്ലല്ലോ, ഒരു കമന്റ് ബോക്സിലും കാണുന്നില്ലല്ലോ. പക്ഷേ എന്റെ കമന്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും ആ ബിഷപ്പ് എന്ന് പറയുന്ന വ്യക്തിയെ സ്നേഹിക്കുന്ന ആൾക്കാരുടെ കമന്റുകൾ. നല്ല പോസിറ്റീവ് കമന്റുകളാണ് കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ ഒരു പറ്റം നെഗറ്റീവ് ഓളികൾ എല്ലാം കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ഇനി എന്തൊക്കെ കിടന്നുണ്ടാക്കിയാലും എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ചിലർ ഭീഷണിയുടെ സ്ഥലം പറയുന്നുണ്ട്. നമ്മുടെ കയ്യിൽ ഒരുപാട് ഓഡിയോകളുണ്ട്, മറ്റേതുണ്ട്, മറിച്ചതുണ്ടെന്ന് ഞാൻ ഇന്നലെ തന്നെ അതിന് വിശദീകരണം കൊടുത്തിട്ടുണ്ട്. ഇനി എന്തുണ്ടാകെടുത്ത് പുറത്തിട്ടാലും അതിന് ബാധിക്കപ്പെട്ടവർക്ക് നോ ഇഷ്യൂ, അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ ആ നിങ്ങളുടെ ആ മനസ്സാണ് എനിക്ക് അത് ഓർത്തിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് ശരിയാണ്. ഈ 2 ദിവസം കൊണ്ട് ഏറ്റവും കൂടുതൽ ആഹ്ലാദിച്ചൊരു വ്യക്തി ഞാനാണോ എന്നൊരു ഡൗട്ട്. സത്യമായിട്ട് പറയുകയാണ്. ഇത് തന്നെയാണ് ഞാനും ചെയ്തത്. കണ്ട വീഡിയോ കണ്ട് ഞാനെടുത്ത് റിയാക്ട് ചെയ്ത്. അത് നിങ്ങളിപ്പോൾ ചെയ്യുന്നത് എന്താണ്? അതുപോലെ തന്നെയാണ് ഞാനും ചെയ്തത്. അപ്പോൾ നിങ്ങൾ ചെയ്താൽ ഒരു ന്യായം, നോൺ ചെയ്താൽ ഒരു ന്യായം. അത് ഇവിടുത്തെ ന്യായമാണ്. എന്നാലും ബിഷപ്പിനോട് എനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്, ഒരുപാട് നന്ദി പറയുന്നുണ്ട്. ബിഷപ്പ് വിദ്വേഷവും ആ വെറുപ്പും എല്ലാം മറന്ന് ഇടന് വേണ്ടി ദിവസവും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് ബിഷപ്പ് ചെയ്ത തെറ്റുണ്ട്, ആ തെറ്റും മാറി കിട്ടി. നിങ്ങൾ പരസ്പരം നമ്മൾ 3 പേരും ഞാനും കൂടെ ഉണ്ട് കേട്ടോ, പരസ്പരം ക്ഷമിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ പാപങ്ങൾ ഇല്ലാതായിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഒരു വാക്ക് ബിഷപ്പ് എപ്പോഴും പറയുന്നവനെ, പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ. പക്ഷേ ആ കല്ല് എറിയാനായിട്ട് കല്ലെടുക്കുന്നവരെ കയ്യിലെ ഫെവിക്കോൾ പിടിച്ച കണക്കെ കല്ലതി ഒട്ടിയിരിക്കും. എറിയാൻ പറ്റത്തില്ല, കാരണം അത്രമാത്രം അഴുക്കാണ് ഈ കയ്യിലിരിക്കുന്നത്. മനസ്സിലായ? അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ ഈ പറഞ്ഞതിനോട് നിങ്ങൾക്ക് ഒരു തമാശയായിട്ട് തോന്നും. കാരണം നിങ്ങൾ നമ്മളിരുന്ന് വീട് താഴെ വരുന്ന കമന്റിൽ നിങ്ങൾ തന്നെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. എന്തോരം റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അത് പറഞ്ഞില്ല ഇത് പറഞ്ഞില്ല, നിനക്ക് നാളെ എടുത്തിട്ട് അവരുടെ വായിൽ നിന്ന് തന്നെ വീഴുന്ന ഓരോ വാക്കുകൾ ആ ബിഷപ്പിന്. ഇപ്പം ആർക്കും അത് ബിഷപ്പാണെന്ന് തോന്നുന്നില്ലേ? അത് തിരുവസ്ത്രം അണിഞ്ഞ ഒരു മഹാനാണെന്ന് തോന്നുന്നില്ല? അതെന്താണ് അങ്ങനെ? ഞാൻ ഈ പറഞ്ഞ ഇത്ര സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്നെ സ്നേഹിക്കുന്നു, നമ്മളെ സ്നേഹിക്കുന്നു, സത്യം കാണാൻ കാത്തിരിക്കുന്ന നിങ്ങളുടെ മുന്നിലേക്കാണ് എൻ്റെ ഈ ഒരു ചോദ്യം ഇടുന്നത്. ബിഷപ്പിനെ ഇഷ്ടമുള്ളവർ, വേറെ ഒന്നും വേണ്ട, ബിഷപ്പിനെ ഇഷ്ടമുള്ളവർ, ബിഷപ്പിനോട് ഒത്തു നിൽക്കുന്നവർ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ. അതിൻ്റെ ആ പവർ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. ബൈ.